പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 247 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ക്ലാരയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ പൊർക്കാരിയൂസും സഹവിശുദ്ധരുമാണ്. 5-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തെക്കൻ ഫ്രാൻസിലെ പ്രോവിൻസിന്റെ തീരപ്രദേശത്ത് ഒരു വലിയ സന്യാസാശ്രമം നിർമ്മിക്കപ്പെട്ടിരുന്നു. ലെരിൻസ് ആശ്രമം എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ ആശ്രമാധിപനായിരുന്നു പൊർക്കാരിയൂസ്. 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലെരിൻസിലെ സന്യാസ സമൂഹത്തിൽ സന്യാസിമാരും സന്യാസാർത്ഥികളും കൂടാതെ സന്യാസിമാരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളും ഉൾപ്പെടെ ഏതാണ്ട് 500ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഏതാണ്ട് 732-ൽ അവിടുത്തെ ആശ്രമാധിപനായിരുന്ന പൊർക്കാരിയൂസിന് ഒരു ദർശനമുണ്ടായി. ക്രൂരന്മാരായ അപരിഷ്കൃതർ ആ ആശ്രമം ആക്രമിക്കാനുള്ള പദ്ധതി ഇട്ടുവെന്നായിരുന്നു ആ ദർശനത്തിന്റെ പൊരുൾ. ഒട്ടും വൈകാതെ വിശുദ്ധ പൊർക്കാരിയൂസ് തന്റെ വിദ്യാർത്ഥികളെയും 36ഓളം യുവ സന്യാസിമാരെയും ഒരു വഞ്ചിയിൽ കയറ്റി സുരക്ഷിതമായി അയച്ചു. അവിടെ വേറെ വഞ്ചിയൊന്നുമില്ലാത്തതിനാൽ മറ്റുള്ളവരെല്ലാം വിശുദ്ധൻ തന്റെ പക്കൽ ഒരുമിച്ച് ചേർത്തു. ആരും തന്നെ തങ്ങളെ ആ വഞ്ചിയിൽ രക്ഷപ്പെടുത്താതെ പരാതിപ്പെട്ടില്ല. മറിച്ച് തങ്ങൾക്ക് ധൈര്യം പകരുവാൻ അവർ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള അനുഗ്രഹം തങ്ങൾക്ക് നൽകുവാനായി അവർ ദൈവത്തോട് അപേക്ഷിച്ചു. അധികം താമസിയാതെ സാരൻഡൻസ് എന്ന ക്രൂരന്മാർ തങ്ങളുടെ കപ്പലുകൾ ആ തീരത്തേക്ക് അടുപ്പിച്ചു. ആശ്രമാധിപനായിരുന്ന പൊർക്കാരിയൂസ് പ്രവചിച്ചപോലെ തന്നെ അവർ ആ പാവപ്പെട്ട സന്യാസിമാർക്കെതിരെ ആക്രമണം അയച്ചുവിട്ടു. വിശ്വാസത്താൽ നിറഞ്ഞിരുന്ന ആ സന്യാസിമാരാകട്ടെ പ്രാർത്ഥിക്കുകയും യേശുവിനു വേണ്ടി ധൈര്യപൂർവ്വം മരണം വരിക്കുവാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. യാതൊരു കരുണയും കൂടാതെ ക്രൂരന്മാരായിരുന്ന ആക്രമികൾ തങ്ങളുടെ ഇരകളുടെ മേൽ പാഞ്ഞു കയറി 4 പേരൊഴികെ മുഴുവൻ പേരെയും വധിക്കുകയും ആ 4 പേരെ അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്രകാരമാണ് ലെരിൻസ് ആശ്രമത്തിലെ വിശുദ്ധ പൊർക്കാരിയൂസും മറ്റ് സന്യാസിമാരും യേശുവിന്റെ ധീരമായ രക്തസാക്ഷികളായി തീർന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നന്മകൾ സ്വയം കണ്ടെത്തുകയും അതിന്റെ മാർഗദീപമായി നിന്ന് മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മഹാനാവുന്നത്. എപ്പോഴും പുഞ്ചിരിക്കുന്നവർ, എപ്പോഴും പോസിറ്റീവായി മാത്രം കാര്യങ്ങളെ കാണുന്നവർ, എപ്പോഴും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നവർ, അവരിലേക്ക് ചേർന്ന് നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ചില സമയങ്ങളിൽ ഉണർവുള്ള തീരുമാനം നമ്മെ മോശമായി ചിന്തിക്കാതിരിക്കാനും ചുറ്റുമുള്ള മോശം കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ തോൽപ്പിച്ച് ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാനും സഹായിക്കും. ഏവർക്കും നന്ദി.